പാലക്കാട് ജില്ലയിൽ കാടിനകത്ത് അധികമാരും എത്തിപ്പെടാത്ത ഒരു കൊച്ചു ഗ്രാമമുണ്ട്, കുഞ്ചിയാർപതി. 13 കിലോമീറ്ററോളം കാടിനകത്തോടെ ഓഫ് റോഡ് റൈഡ് ചെയ്ത് മാത്രമേ വിരലിലെണ്ണാവുന്ന കൃഷിക്കാരും തോട്ടം തൊഴിലാളികളും താമസിക്കുന്ന ഈ കൊച്ചു ഗ്രാമത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റുള്ളൂ. ഒരു മാപ്പുകളിലും മാർക്ക് ചെയ്യപ്പെടാത്ത ഈ സ്ഥലം മഴക്കാലമായി കഴിഞ്ഞെങ്കിൽ ഒരു കൊച്ചു സ്വർഗമായി മാറും. മൺസൂൺ സമയത്ത് കുഞ്ചിയാർപതിയിലേക്ക് നിങ്ങളൊരു ട്രിപ്പ് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഇവിടെ എന്തൊക്കെയാണ് കാണാൻ പറ്റുന്നതെന്നും എന്താണ് നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടുന്ന എക്സ്പീരിയൻസ് എന്നും ഈ ഒരു യാത്രയിലൂടെ നമുക്ക് മനസ്സിലാക്കാം. നമ്മുടെ ഇന്നത്തെ യാത്ര തുടങ്ങുന്നത് പാലക്കാട് ജില്ലയിലെ വടക്കഞ്ചേരിയിൽ നിന്നാണ്. മഴക്കാലത്തെ പാലക്കാടിന്റെ കാഴ്ചകൾക്ക് എപ്പോഴും ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. ഞാറ് നടാനായിട്ട് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന പാടശേഖരങ്ങളുടെയും രാവിലെ അതിൽ പണിയെടുക്കുന്ന ആൾക്കാരുടെ കുറച്ച് നല്ല കാഴ്ചകളൊക്കെ ആയിട്ടാണ് ഈ ഒരു യാത്ര നമ്മൾ തുടങ്ങുന്നത്. നിങ്ങൾ കുഞ്ചിയാർപതിയിലേക്ക് വരാൻ പ്ലാൻ ചെയ്യുമ്പോൾ ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷനായിട്ട് കൊടുക്കേണ്ടത് കടപ്പാറ എന്നാണ്. ഇനിയിപ്പോൾ നിങ്ങൾ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ യൂസ് ചെയ്തിട്ടാണ് വരാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ കടപ്പാറയിലേക്ക് വടക്കഞ്ചേരിയിൽ നിന്നും തൃശ്ശൂരിൽ നിന്നൊക്കെ ഡയറക്റ്റ് ബസ് സർവീസും ഉണ്ട്. നെൽപ്പാടങ്ങളെ കോട്ടുകെട്ടിക്കാക്കുന്ന മലനിരകളുടെ കാഴ്ചയാണ് പാലക്കാടിൻ്റെ പ്രത്യേകത. ആ കാണുന്ന മലകളിലൊന്നിൻ്റെ മുകളിലേക്കാണ് നമുക്കിന്ന് പോകേണ്ടത്. വടക്കാഞ്ചേരിയിലെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ നേരെ ചെന്നെത്തുന്നത് മംഗലം ഡാമിലേക്കാണ്. ഈ കാണുന്നതാണ് നമ്മുടെ മംഗലം ഡാമിൻ്റെ റിസർവയർ. അങ്ങ് ദൂരെയുള്ള മലമുകളിൽ മഴ പെയ്യുന്നത് കണ്ടോ? അപ്പോൾ എന്തായാലും നമ്മൾ കുഞ്ചിയാർപതി കയറുമ്പോൾ മഴ കിട്ടുമെന്നുള്ള കാര്യം ഉറപ്പായി. മംഗലം ഡാമിൻ്റെ മെയിൻ എൻട്രൻസിന് 50 മീറ്റർ മുന്നേ ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു വഴിയുണ്ട്. ആ വഴിയെ കയറി വരികയാണെങ്കിൽ നമ്മൾ ഈ പള്ളിയുടെ സൈഡിലൂടെയുള്ള വഴിയിലേക്ക് എത്തുക. ഈ വഴിയെ വേണം നമുക്ക് കടപ്പാറയിലേക്ക് പോകാൻ. ഈ റൂട്ടിലോട്ട് കയറിയാൽ പിന്നെ മൊബൈൽ നെറ്റ്വർക്കിൻ്റെ കാര്യമൊക്കെ ഒരല്പം ശോകമാണ്. മെയിനായിട്ട് ഇവിടെ കിട്ടുന്നത് ജിയോയുടെ നെറ്റ്വർക്കാണ്. പിന്നെ ഇടയ്ക്കൊക്കെ BSNLൻ്റെ നെറ്റ്വർക്കും കിട്ടും. അതുകൊണ്ട് തന്നെ ഈ ഒരു യാത്രയ്ക്ക് വരുമ്പം കുറച്ച് ക്യാഷ് എടുത്ത് കയ്യിൽ വെക്കുന്നത് നന്നായിരിക്കും. മംഗലം ഡാം തൊട്ട് കടപ്പാറ വരെയുള്ള സ്ഥലം ഒരു കുടിയേറ്റ മേഖലയാണ്. ഇവിടുത്തെ 70% ആൾക്കാരും പണ്ടുകാലത്ത് കോട്ടയത്തു നിന്നും വയനാട് നിന്നൊക്കെ ഇവിടെ വന്ന് കുടിയേറി പാർത്തവരാണ്. റബ്ബറും കവുങ്ങും കൊക്കോയും കുരുമുളകും ഒക്കെയാണ് ഇവിടുത്തെ പ്രധാന കാർഷിക വിളകൾ. ഈരാറ്റുപേട്ട കാഞ്ഞിരപ്പള്ളി റൂട്ടിൽ കപ്പാട് കാളകെട്ടി കേട്ടിട്ടുണ്ടോ? അവിടെയാണ് കപ്പാടെന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു. പക്ഷെ ഞാനൊക്കെ 12 വയസ്സിലൂടെ വന്ന കേട്ടോ. ഇവിടെ മുക്കാലും കുടിയേറ്റക്കാരല്ലേ? കുടിയേറ്റക്കാരാ മൊത്തം, കുടിയേറ്റ മേഖലയാണ്. റബ്ബർ തോട്ടത്തിലൂടെയൊക്കെ ഒന്ന് കറങ്ങി ടാപ്പിങ്ങിൻ്റെയും ഷീറ്റ് അടിക്കുന്നതിൻ്റെയൊക്കെ കാഴ്ചകൾ കണ്ടിട്ടാണ് ഞങ്ങൾ മുന്നോട്ടുള്ള യാത്ര തുടരുന്നത്. മംഗലം ഡാമിൽ നിന്ന് ഏകദേശം അരമണിക്കൂർ കൊണ്ട് നമുക്ക് കടപ്പാറയിൽ എത്തിച്ചേരാൻ പറ്റും. ഇതാണ് കടപ്പാറ. നമ്മുടെ കുഞ്ചിയാർപതി യാത്ര ശരിക്കും തുടങ്ങുന്നത് കടപ്പാറയിൽ നിന്നാണ്. തിക്കും തിരക്കൊന്നുമില്ലാത്ത ഒരു കൊച്ചു മലയോര ഗ്രാമമാണ് കടപ്പാറ. ഇവിടുത്തുകാരനായ ഷാജിച്ചേട്ടൻ്റെ കൂടെയാണ് ഇനി അങ്ങോട്ടുള്ള നമ്മുടെ യാത്ര. കടപ്പാറ വാട്ടർഫോൾസിലേക്കാണ് ഷാജിച്ചേട്ടൻ ഞങ്ങൾ ആദ്യം കൊണ്ടുപോയത്. ഇതുപോലത്തെ ചെറിയൊരു വഴിയിലൂടെ കാടിൻ്റെ ആംബിയൻസിൽ കാട്ടരുവികളും ചോലകളും വെള്ളച്ചാട്ടങ്ങളും ഒക്കെയുള്ള ഒരു കിഡിലൻ ഫോറസ്റ്റ് ആംബിയൻസ് തരുന്ന വഴിയിലൂടെയാണ് നമ്മൾ വാട്ടർഫോൾസിലേക്ക് പോകുന്നത്. ഇതുപോലത്തെ ഒരു കൊച്ചു കാട്ടരുവി ക്രോസ് ചെയ്ത് വേണം നമുക്ക് വെള്ളച്ചാട്ടത്തിനടുത്തേക്ക് എത്താനായിട്ട്. മഴ നന്നായിട്ട് പെയ്യുന്ന സമയത്ത് ഈ അരുവി ക്രോസ് ചെയ്യുന്നത് അത്ര എളുപ്പമല്ല. നമ്മുടെ കടപ്പാറ വെള്ളച്ചാട്ടം ഉള്ളത് ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലാണ്. അതിൻ്റെ ഉടമസ്ഥൻ നമ്മുടെ ഷാജിച്ചേട്ടൻ്റെ പരിചയക്കാരനായതുകൊണ്ട് പെർമിഷൻ എടുത്തിട്ടാണ് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകുന്നത്. ഹോളിവുഡ് മൂവീസിലൊക്കെ ആമസോൺ ഫോറസ്റ്റിൻ്റെ വിഷ്വൽസ് കാണിക്കുമ്പോൾ ചില വെള്ളച്ചാട്ടങ്ങൾ കാണിക്കാറില്ല. അതുപോലത്തെ ഒരു കിടിലൻ വെള്ളച്ചാട്ടം. കടപ്പാറയിൽ നിന്ന് ഏകദേശം 13 കിലോമീറ്ററോളം യാത്ര ചെയ്ത് വേണം കുഞ്ചിയാർപതിയിലെ നമ്മുടെ റിസോർട്ടിലേക്ക് എത്താൻ. പോകുന്ന വഴിയുടെ ഭൂരിഭാഗവും ഇതുപോലെ ഓഫ് റോഡാണ്.
നിങ്ങളുടെ കയ്യിൽ ഇനിയിപ്പോൾ ഓഫ് റോഡ് കേബിൾ ആയിട്ടുള്ള വണ്ടികളില്ലെങ്കിൽ നമ്മുടെ ഷാജി ചേട്ടനെ വിളിച്ചാൽ മതി. അതല്ലെങ്കിൽ മംഗലം ഡാമിൽ നിന്ന് നിങ്ങൾക്ക് ജീപ്പ് ഹയർ ചെയ്യാവുന്നതാണ്. കടപ്പാറയിൽ നിന്ന് കുഞ്ചിയാർപതി വരെ പോയി വരാനായിട്ട് ഒരു ജീപ്പിന് പിക്കപ്പ് ആൻഡ് ഡ്രോപ്പിനായിട്ട് മേടിക്കുന്നത് 3000 രൂപയാണ്. നിങ്ങൾ ഇതുപോലെ ജീപ്പ് റെൻറ്റിനെടുത്താണ് മുകളിലെ റിസോർട്ടിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ കൊണ്ടുവരുന്ന വണ്ടികളെല്ലാം കടപ്പാറയിലെ ഈ പള്ളിയുടെ പാർക്കിംഗ് ഗ്രൗണ്ടിൽ സേഫായിട്ട് പാർക്ക് ചെയ്യാനുള്ള അറേഞ്ച്മെൻറ്റും റിസോർട്ടിൽ നിന്ന് തന്നെ ചെയ്തു തരും. നമ്മൾ മുകളിലോട്ട് കയറാൻ തുടങ്ങിയതും ചെറുതായിട്ട് മഴയും ചാടി തുടങ്ങി. മഴയും കാറ്റും വന്നതോടെ ഓഫ് റോഡ് റൈഡിൻ്റെ വൈബ് തന്നെ അങ്ങ് മാറി. നിങ്ങൾ കുഞ്ചിയാർപതിയിലേക്ക് വരാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ മൺസൂൺ സീസണിൽ തന്നെ വരിക. ഈ മഴയും കാറ്റും കോടയും വെയിലും ഒക്കെ ആയിട്ട് ഈ സമയത്ത് കിട്ടുന്ന ഒരു ക്ലൈമറ്റും ഒരു ആംബിയൻസ് ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് വേറൊരു സീസണിലും കിട്ടില്ല. ഇത് കണ്ടോ, ഇത് നമ്മൾ മുകളിലോട്ട് കയറുന്ന വഴിക്കുള്ള ഒരു ആനത്താരയാണ്. ഇതുപോലത്തെ 8ഓളം ആനത്താരകളാണ് ഈ ഒരു റൂട്ടിലുള്ളത്. പറമ്പിക്കുളം ടൈഗർ റിസർവും നെല്ലിയാമ്പതിയും വാഴച്ചാൽ ഫോറസ്റ്റും ഒക്കെയാണ് നമ്മുടെ കുഞ്ചിയാർപതിയുടെ ചുറ്റുമുള്ള സ്ഥലങ്ങൾ. അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാമല്ലോ ഇവിടെ എന്തുമാത്രം അനിമൽ ഡെൻസിറ്റി ഉണ്ടാകുമെന്ന്. ഇവിടെ ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്നത് ആനകളെയാണ്. വൈകുന്നേര സമയങ്ങളിൽ എപ്പോഴും ആന ഇറങ്ങുന്ന ഒരു സ്പോട്ടിലൂടെയാണ് നമ്മളിപ്പോൾ ഈ പോകുന്നത്. ആന ഇഷ്ടംപോലെ ഇവിടെ വരാറും ഇഷ്ടംപോലെ ഉണ്ട് ഈ വനത്തിൽ. അപ്പം ഞങ്ങൾ ഡാമിലൊക്കെ പോയിട്ട് വരുന്ന വഴി പലപ്പോഴും ഇതിനെ കണ്ട് കൂട്ടിമുട്ടിയിട്ടുണ്ട്. ഉപദ്രവിക്കാറൊന്നുമില്ല ഇതുവരെ. ഒരു 10-20 വർഷങ്ങൾക്ക് മുമ്പ് ഒരാളെ ചവിട്ടി കൊന്നിട്ട് മരവെട്ടിക്കാ പറിക്കാൻ വേണ്ടി അയാൾ പോയതാ. ഈ വന വിഭവങ്ങൾ ശേഖരിക്കാൻ വേണ്ടി ചെന്ന് കഴിഞ്ഞപ്പോൾ ആന കുഞ്ഞുള്ള ആനയായിരുന്നു. ചവിട്ടി വലിച്ചു കീറി കൊന്നു. 10-20 വർഷം മുമ്പ്. കാടും എസ്റ്റേറ്റുകളും ചെറിയ തോട്ടങ്ങളൊക്കെ ഇടകലർന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണ് നമ്മുടെ കുഞ്ചിയാർപതി. ഇവിടെ താമസിക്കുന്ന ഭൂരിഭാഗം ആൾക്കാരും ഇവിടുത്തെ എസ്റ്റേറ്റിലെ തൊഴിലാളികളാണ്. പിന്നെ നമ്മുടെ ഷാജി ചേട്ടനെ പോലെ അപ്പനപ്പൂപ്പന്മാരുടെ കാലം മുതൽക്ക് ഇവിടെ വന്ന് കൃഷി ചെയ്ത് ജീവിക്കുന്ന കുറച്ച് നാട്ടുകാരും ഇപ്പോഴും ഇവിടെ തന്നെ താമസിക്കുന്നുണ്ട്. ഈ കാണുന്ന നമ്മുടെ കുഞ്ചിയാർപതിയും പരിസര പ്രദേശങ്ങളുമൊക്കെ പണ്ട് വടക്കഞ്ചേരിയിലുള്ള പുഴക്കിലിടം രാജവംശത്തിൻ്റെ കീഴിലായിരുന്നു. 1954 ലാൻഡ് റിഫോംസ് ആക്ട് നിലവിൽ വന്നപ്പം രാജകുടുംബം ഈ സ്ഥലങ്ങളെല്ലാം UTT ഗ്രൂപ്പിന് വിറ്റു. 1964 ഈ സ്ഥലം മേടിച്ച UTT ഗ്രൂപ്പ് ഇവിടെ മൊത്തം 515 ഏക്കറുകളിലായിട്ട് 3 എസ്റ്റേറ്റുകളാണ് സ്ഥാപിച്ചത്. പിന്നീട് പല കൈകൾ മറിഞ്ഞ് ഇപ്പോൾ ഈ എസ്റ്റേറ്റ്സ് ഉള്ളത് മൗണ്ട് സിയോൺ ഗ്രൂപ്പിൻ്റെ അണ്ടറിലാണ്. നമ്മളിന്ന് താമസിക്കാൻ പോകുന്ന മൗണ്ട് സിയോൺ റിസോർട്ട് ആദ്യമായിട്ട് തുടങ്ങിയത് താഴെ കാണുന്ന ആ ബംഗ്ലാവിൽ നിന്നാണ്. 1950കളിൽ പണിത ആ ഒരു ബിൽഡിങ്ങിൽ 4 റൂമുകളാണുള്ളത്. 12 തൊട്ട് 15 പേരടങ്ങുന്ന വലിയൊരു ഗ്രൂപ്പ് വന്നാലും ഇവിടെ സുഖമായിട്ട് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. ചുറ്റും വേറെ ബിൽഡിങ്ങുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് വേറെ ഡിസ്റ്റർബൻസും ഉണ്ടാകില്ല. പ്രൈവസിയാണ് നിങ്ങളുടെ പ്രയോറിറ്റി എങ്കിൽ ഈ ബിൽഡിംഗ് സെലക്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. വളരെ പെട്ടെന്നാണ് ഇവിടുത്തെ ക്ലൈമറ്റ് ചേഞ്ച് ആകുന്നത്. കുറച്ചു നേരം വെറുതെ ഇരുന്ന് ആ കാഴ്ചകൾ കണ്ടാൽ തന്നെ സമയം പോകുന്നതറിയില്ല. ഞങ്ങളിവിടെ വന്നപ്പോഴത്തേക്കിനും ഇവിടെ കുറച്ച് ഗസ്റ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് റൂംസ് ഒന്നും കാണിക്കാൻ പറ്റിയില്ല. പിന്നെ കുറച്ചു നേരം ഇവിടെ ഇരുന്ന് മഴയൊക്കെ ആസ്വദിച്ചിട്ടാണ് ഞങ്ങൾ മുന്നോട്ടുള്ള യാത്ര തുടർന്നത്. ഇപ്പോൾ കണ്ട ബംഗ്ലാവിൽ നിന്ന് 4 കിലോമീറ്ററും കൂടെ മുകളിലേക്ക് പോയി വേണം നമ്മൾ ഇന്ന് താമസിക്കുന്ന സ്ഥലത്തെത്താനായിട്ട്. ബംഗ്ലാവിൻ്റെ അട്രാക്ഷൻ അനിമൽ സൈറ്റിംഗ് ആണെങ്കിൽ മുകളിലെ സ്റ്റേയുടെ അട്രാക്ഷൻ ആംബിയൻസ് ആണ്. ഇന്നലെ ഇവിടുത്തെ അടയ്ക്കാത്തോട്ടത്തിന് മരുന്നടിച്ചിട്ട് താഴേക്ക് ഇറങ്ങുന്ന വഴിക്ക് ഈ പണിക്കാർ ആനെ കണ്ടെന്നാണ് പറഞ്ഞത്. ഇന്നലെ ഒരു 6:30 ഈ റോഡ് താഴത്ത് 2ാമത്തെ വളവിൽ കൊമ്പണ്ടായിരുന്നു.
നിങ്ങൾ തുരിച്ചടിച്ചിട്ട് പോകുമ്പോൾ മരുന്നടിച്ച് പോകുമ്പോൾ അടക്കൊക്കെ മരുന്നടിച്ച് പോകുമ്പോൾ ഒരു 6:30 മണിക്ക് വഴി ബ്ലോക്കായി നിൽക്കായിരുന്നോ? ബ്ലോക്കായിട്ട് ഇങ്ങനെ റോഡ് ക്ലോസ് ആയിട്ട് നിൽക്കുന്നു. ആണോ? എത്ര നേരം ഉണ്ടായിരുന്നു? ഒരു 15 മിനിറ്റോളം അവിടെ നിന്നു. പിന്നെ എല്ലാം കൂടെ ഇറങ്ങിപ്പോയി. ആണല്ലേ? ഉപദ്രവമൊന്നും ഉണ്ടാക്കില്ല. ബൈക്കായിട്ട് കയറി വരുന്നവരപ്പോൾ സൂക്ഷിക്കണം. ബൈക്കായിട്ട് വരുന്നവരാണ് ഏറ്റവും വലിയ റിസ്ക്. ജീപ്പിലൊക്കെ പോകുമ്പോൾ നമ്മൾ വണ്ടിയുടെ ഭാഗത്തായിരിക്കുമല്ലോ. പിന്നെ ഞങ്ങൾ ഡ്രൈവറും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഇവിടുത്തെ ആളുകളെ കൊണ്ട് ധൈര്യമായിട്ട് വരാം നമുക്ക്. നമ്മളിപ്പം നിർത്തിയ സ്ഥലത്തിൻ്റെ പേര് അയ്യപ്പൻപാടി എന്നാണ്. ഈ സ്ഥലത്തിന് പേര് വന്നതിന് പുറകിൽ ഒരു കഥയുണ്ട്. ഇത് അയ്യപ്പൻപാടി എന്ന് പറഞ്ഞ ഒരു അമ്പലമുണ്ട്. അതിൽ ആദിവാസികളുടെ ഒരു വിശ്വാസം അനുസരിച്ച് അവർ ഒരു കല്ലൊക്കെ എടുത്ത് വെച്ച് ഉണ്ടാക്കി തുടങ്ങിയതാണ്. അവരാണ് മകരവിളക്കിന് ഇവിടെ പൂജ ചെയ്യുന്നത്. അതുപോലെ തന്നെ തേരെടുക്കാൻ പോകുമ്പോഴും അവരിവിടെയൊക്കെ പ്രാർത്ഥിച്ചിട്ടൊക്കെ പോകാറുള്ളത്. അങ്ങനെയാണ് അയ്യപ്പൻപാടി എന്ന് വന്നേക്കുന്നത്. പിന്നെ കഴിഞ്ഞ് എസ്റ്റേറ്റുകാർ എടുത്ത് പണിതാൻ തുടങ്ങിയപ്പം അവർ കുറച്ചുകൂടി വിപുലമാക്കി അമ്പലം. കാട്ടിലൂടെയുള്ള ഈ ഒരു ഓഫ് റോഡ് യാത്രയും ഇവിടുത്തെ ക്ലൈമറ്റും ആംബിയൻസും ആൾക്കാരുമായിട്ടുള്ള ഇൻട്രാക്ഷനും പിന്നെ ഭാഗ്യമുണ്ടെങ്കിൽ എലിഫൻറ്റ് സൈറ്റിംഗ് ഒക്കെയാണ് കുഞ്ചിയാർപതി യാത്രയുടെ അട്രാക്ഷൻസ്. നിങ്ങളിപ്പോൾ ഒരു 1 ഡേ ട്രിപ്പിനായിട്ട് വരികയാണെങ്കിൽ ഈ കാഴ്ചകളെല്ലാം കണ്ട് വൈകുന്നേരം തിരിച്ചിറങ്ങാം. പക്ഷേ കുഞ്ചിയാർപതി ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ ഇവിടെ ഒരു ദിവസം നിൽക്കണം. വൈകുന്നേരവും രാവിലെയുമാണ് ഇവിടുത്തെ ഏറ്റവും ബെസ്റ്റ് ടൈം. അങ്ങനെ നിങ്ങൾക്ക് ഒരു ദിവസം കുഞ്ചിയാർപതിയിൽ നിന്ന് എൻജോയ് ചെയ്യണമെങ്കിൽ അതിനുള്ളൊരു ഓപ്ഷൻ മൗണ്ട് സിയോൺ റിസോർട്ട് മാത്രമാണ്. റിസോർട്ടിലെത്തിയതും നമുക്ക് കിട്ടിയത് കോടയും ചാറ്റൽ മഴയൊക്കെ ആയിട്ട് ഇതുപോലത്തെ ഒരു കിടിലൻ ആംബിയൻസ് ആയിരുന്നു. നിന്ന് നിപ്പിൽ മഴയുടെ ശക്തി അങ്ങ് കൂടി. എന്തായാലും നമുക്ക് ആദ്യം ഇവിടുത്തെ റൂം ഒന്ന് കാണാം. നമ്മളിവിടെ ബുക്ക് ചെയ്തിരുന്നത് 2500 രൂപയുടെ ഡബിൾ ഒക്യുപ്പൻസി റൂമാണ്. ഇതുപോലെ തന്നെ 3000 രൂപയുടെ ട്രിപ്പിൾ ഒക്യുപ്പൻസി റൂമും ഇവിടെയുണ്ട്. ഈ കോസ്റ്റിൽ നമ്മുടെ ലഞ്ചോ ബ്രേക്ക്ഫാസ്റ്റോ ഡിന്നറോ ഒന്നും ഇൻക്ലൂഡഡ് അല്ല. പിന്നെ റേറ്റ്സ് എല്ലാം സീസണലാണ്. അതുകൊണ്ട് നിങ്ങൾ ബുക്ക് ചെയ്യുന്നതിന് മുമ്പ് ഇവിടെ വിളിച്ച് റേറ്റ് കൺഫേം ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് വരിക. വേറെ സൗണ്ടോ ഡിസ്റ്റർബൻസോ ഒന്നുമില്ലാതെ നമുക്ക് കുറച്ചു നേരം മഴ ആസ്വദിച്ചാലോ? മഴ മെല്ലെ കുറഞ്ഞിട്ട് കോടയടിച്ച് കയറുന്നത് കണ്ടോ? ഇനി ഇവിടെ മൊത്തം കോട മൂടുന്ന കാഴ്ചയും നമുക്ക് കാണാം. മഴയും കോടയൊക്കെ മാറിയപ്പോഴത്തേക്കിനും നേരെ ഇരുട്ടായിരുന്നു. മഴയില്ലാത്തതുകൊണ്ട് ഗസ്റ്റുകളെല്ലാവരും റിസോർട്ടിൻ്റെ ഓരോ ഭാഗത്തായിട്ട് ഇരിപ്പുറപ്പിച്ചു. നമ്മുടെ ഷാജിച്ചേട്ടനാണെങ്കിൽ ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്യാനുള്ള തിടുക്കത്തിലാണ്. താഴത്തെ ബംഗ്ലാവിനടുത്ത് നിന്ന് പടക്കം പൊട്ടിക്കുന്ന ഒച്ചയുണ്ട്. അതായത് ആന എവിടെ ഇറങ്ങിയിട്ടുണ്ടെന്ന് സാരം. ഇവിടെ പക്ഷേ ഈ ക്യാമ്പ് ഫയറും ഒച്ചയൊക്കെ ആയതുകൊണ്ട് മൃഗങ്ങളൊന്നും വരാൻ സാധ്യതയില്ല. ഞങ്ങളെന്തായാലും ക്യാമ്പ് ഫയറിന് കൂടിയില്ല. അതിനു പകരം മറ്റൊരു പരിപാടി ഞങ്ങൾ ഒപ്പിച്ചു. അതെന്താണെന്നല്ലേ കാണിച്ചു തരാം. ഒരു ദിവസം കൊണ്ട് മറക്കാൻ പറ്റാത്ത ഒരുപാട് കാഴ്ചകളാണ് കുഞ്ചിയാർപതി നമുക്ക് സമ്മാനിച്ചത്. ഇനി നാളെ എന്തൊക്കെ കാഴ്ചകളാണ് നമുക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്നതെന്നുള്ള ഓർക്കുമ്പം ആകാംക്ഷ കൂടുന്നതേ ഉള്ളൂ. പിറ്റേ ദിവസം നേരത്തെ തന്നെ എഴുന്നേറ്റു. ഇന്നത്തെ ദിവസം നമുക്ക് കുഞ്ചിയാർപതിയുടെ ആകാശ കാഴ്ചകളുമായിട്ട് അങ്ങ് തുടങ്ങിയാലോ? ഡ്രോൺ വിഷ്വൽസ് എല്ലാം എടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് താഴത്തെ പണിക്കാരുടെ സ്റ്റേയിൽ നിന്ന് ആൾക്കാരെ വിളിക്കാനായിട്ട് ഒരു ജീപ്പ് പോകുന്നുണ്ടെന്ന് അറിഞ്ഞത്. രാവിലെ സമയമായതുകൊണ്ട് വല്ല ആനയെങ്ങാനും കിട്ടിയാലോ എന്നുള്ളൊരു പ്രതീക്ഷയിൽ ഞങ്ങളും ആ കൂടെ പോയി. എന്തായാലും പ്രതീക്ഷിച്ചതുപോലെ ആനയെ കിട്ടിയില്ല. പക്ഷെ കുറച്ച് നല്ല വിഷ്വൽസ് എടുക്കാൻ പറ്റി.
ഇവിടുത്തെ പണിക്കാർ ഭൂരിഭാഗവും നേപ്പാളികളാണ്. ഇന്നലെ വൈകുന്നേരം 6 മണിക്കൊക്കെ ഈ ഒരു ഭാഗത്ത് ആനയുണ്ടായിരുന്നു എന്ന്. वो देख रहे थे, हाथी को देख रहे थे इधर नीचे जाके, वो खा रहा था सुपारी खा रहा था। ഇത് ഇന്നലെ പോയിട്ടോ 6 മണിക്ക് നമ്മൾ കയറി കഴിഞ്ഞിട്ട് കറക്റ്റ് അല്ലേ? അവിടുന്ന് ആ വഴിക്ക് താട്ടിറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മ പോയപ്പോൾ കറക്റ്റ് ഉണ്ട്, അവിടെയൊക്കെ ഉണ്ട് ഇങ്ങനെ. അതുപോലെ തന്നെ നമ്മൾ താഴെ ആനച്ചൂരടിച്ചില്ലേ, അത് മറ്റേ ആ ഒടി കേട്ടപ്പോ കറക്റ്റ് പണ്ടക്കര വന്നപ്പോ അത് ആ റോഡ് ഇവിടെ ആയിരുന്നല്ലേ? ആ റോഡ് അതാണ് കറക്റ്റ്. കറക്റ്റ് നല്ല ഒടി കേട്ടിരുന്നു. ആ താഴെ കാണുന്ന കുഴികൾ കണ്ടോ, അത് ആനയുടെ ചവിട്ടുപാടാണ്. ഇന്നലെ വൈകുന്നേരം ആന ഇവിടെ വന്നിട്ടുണ്ട്. ഇവരിവിടുന്ന് പണി കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ ഈ ഭാഗത്ത് ആന നിൽക്കുന്ന കണ്ടു എന്നാണ് അവർ പറഞ്ഞത്. തിരിച്ചെത്തി ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നപ്പോഴത്തേക്കിനും ഡൈനിങ് ഏരിയയിൽ മൊത്തം ആൾക്കാരാണ്. അപ്പോൾ പിന്നെ ഞങ്ങൾ നേരെ കിച്ചണിലോട്ട് വിട്ടു. കിച്ചണിലാണെങ്കിൽ ഒരു ചേട്ടൻ ആനക്കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഒട്ടും വൈകാതെ ഞങ്ങളും ആ ചേട്ടൻ്റെ കൂടെ കൂടി. കമ്പി ഇതിന് കാല് വെച്ചിട്ട് ഒറ്റ തട്ടാണ്, അതങ്ങ് തട്ടുമ്പോൾ അതങ്ങ് ചെരിഞ്ഞു പോകും. എന്നിട്ട് അവിടെ വെച്ചിട്ട് അപ്പുറത്തോട്ട് കയറി പോകും. പിന്നെ അപ്പുറത്ത് മരം നിൽക്കുകയാണെങ്കിൽ അതിന് ഇങ്ങോട്ട് വലിക്കും, അല്ലെങ്കിൽ ഇവിടെ ആണെങ്കിൽ ഇവിടെ നിന്ന് അങ്ങോട്ട് തള്ളിയിടും, എന്നിട്ട് അതിനകത്തോടെ കയറി പോകും. പിന്നെ നല്ല രസം ഉണ്ടാകുന്നറിയോ, പറഞ്ഞു തെറി വായിൽ എന്തെല്ലാം തെറി വരുന്നു എല്ലാം പറഞ്ഞു വെക്കും. അന്നേരം പോവോ? ഞാൻ സ്വന്തയുടെ തെറി വട്ട ഓടിച്ച് കൈ എന്ത് പറ്റിയതാ? കൈക്ക് പടക്കം പൊട്ടിച്ച് ആന വന്നിട്ട് പടക്കം പൊട്ടിച്ച്. എത്ര ദിവസമായി ഇതിപ്പോ? 14 ദിവസമായി. തെറി പറഞ്ഞിട്ട് ഓടാത്തോണ്ടാണോ? തെറി കൊടുങ്ങല്ലൂർ പാട്ടങ്ങ് പാടിയാലും കുഴപ്പമില്ല. അല്ലേട്ടാ, തെറി പറഞ്ഞിട്ട് ഓടാത്തോണ്ടാണോ പടക്കെടുക്കേണ്ടി വന്നത്? അല്ല, ഞാൻ തെറി പറയാൻ പറ്റില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ കാര്യമുണ്ട്. അതിനകത്ത് എൻ്റെ തൊട്ടടുത്ത് നിൽക്കുക, ഞാൻ ഓടിക്കാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നേരിട്ട് വരും. അത് ഓടുന്ന സൈസല്ല, ഓടാത്ത സൈസാണ്. അപ്പം അതിൻ്റെ അടുത്ത് ഈ അഭ്യാസം നടക്കുകയുള്ളൂ. അപ്പം പട്ടം ഒരു കുണ്ട് പൊട്ടിച്ചിട്ട് നെട്ടാന്നും വിചാരിച്ചിട്ട് കുണ്ട് പൊട്ടിച്ചപ്പോൾ കൈ പോയി എന്നുള്ളത്. അല്ലാണ്ട് ആനക്കൊന്നും പറ്റിയില്ല. ആന ഉണ്ടാകും ഒരു 10 അടി അങ്ങോട്ട് തള്ളിയിട്ട് അവിടെ നിന്നു. 3 കുണ്ട് വേറെയും പൊടിച്ചിട്ടാണ് ആന പയ്യൊന്ന് മാറി തുടങ്ങി. ഞങ്ങളെ ഇവിടെ നിന്നൊരു ചേച്ചിയാണ്. ആ ചേച്ചി ഇവിടെ റിസോർട്ടിൽ പണി ചെയ്തുകൊണ്ടിരുന്നതാണ്. ആ ചേച്ചി ഇവിടെ തന്നെ വന്ന് പെൻസിലാൻ വന്നതാ. വലിയ കടുവ അവിടെ കിടന്നു. ചേച്ചി ഉണ്ടാകാതെ നിന്നു. അന്നേരം അയ്യോ എൻ്റെ അയ്യപ്പസ്വാമി പറഞ്ഞില്ലേ, പുലി ഇതിലേ ഇറങ്ങി ഓടിപ്പോയി. ഇവിടെ കരിങ്കുരങ്ങുണ്ട്, മലയണ്ണാനുണ്ട്, സിംഹവാലൻ കുരങ്ങുണ്ട്, പുള്ളിപ്പുലിയുണ്ട്, കടുവയുണ്ട്, വരയം കടുവയുണ്ട്, കരിമ്പുലിയുണ്ട്. എല്ലാ സാധനങ്ങളും സിംഹം ഒഴിച്ച് ബാക്കിയെല്ലാം മൃഗങ്ങളുണ്ട്. കരടി, പാമ്പുകൾ. പാമ്പെന്ന് പറയുമ്പോൾ ഈ ചുരുട്ടപ്പാമ്പാണ് കൂടുതൽ. പിന്നെ വെള്ളിക്കട്ട, അതേ ഏറ്റവും കൂടുതൽ. വല്ലപ്പോഴൊക്കെ മൂർഖനെ കാണും. രാജവമ്പാൽ അത്യാവശ്യം മരുന്നിനുണ്ട്. അതിലൊരു കഥ എല്ലാപ്പോഴും കാണില്ല, വല്ലപ്പോഴൊക്കെ ഒന്ന് കാണുള്ളൂ. നമ്മുടെ ചേട്ടനും ചേച്ചിയും പറഞ്ഞതുപോലെ ആനയും കടുവയും പുലിയും അടക്കം ഇത്രയധികം മൃഗങ്ങൾ കുഞ്ചാർപതിയിലുണ്ടെന്ന് പലർക്കും സംശയം തോന്നാം. ചിലരെങ്കിലും ഇത് തള്ളാണെന്നും പറയും. ചിലർ പറയുന്നത് ഞാൻ ഇതുവരെ വന്നിട്ട് കണ്ടിട്ടില്ല എന്നായിരിക്കും. പക്ഷേ ഈ മൃഗങ്ങളൊക്കെ ഇവിടെ ഉണ്ടാകാൻ നല്ല സാധ്യതയുണ്ട്. കാരണം ഈ സ്ഥലത്തിന് ചുറ്റുമുള്ളത് പറമ്പിക്കുളം ടൈഗർ റിസർവും ആളിയാർ ഫോറസ്റ്റും നെല്ലിയാമ്പതിയുമാണ്. കാട്ടിലേക്ക് കയറുമ്പോഴുള്ള കാര്യം അറിയാമല്ലോ, നമ്മൾ മൃഗങ്ങളെ കാണുന്നില്ലെങ്കിലും അവർ നമ്മളെ കാണുന്നുണ്ടാകും, ഇന്നലത്തെ ആനയെപ്പോലെ. അതുകൊണ്ട് കുഞ്ചാർപതിയിലേക്ക് വരുമ്പോൾ ഈ ഒരു കാര്യം മനസ്സിൽ വെച്ച് വേണം മല കയറാനായിട്ട്. കുഞ്ചാർപതിയിലെ കാഴ്ചകളും വിശേഷങ്ങളും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ യാത്രയെ സ്നേഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ഷെയർ ചെയ്യാൻ മറക്കരുത്. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോയിൽ മറ്റൊരു സ്ഥലവുമായി വീണ്ടും കാണാം. ടിൽ ദെൻ, ബൈ ബൈ.